ഇപ്പൊ ഈ പൊതുവെ നമ്മുടെ ഒരു സമൂഹം വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും അല്ല, ഒരു പെർട്ടിക്കുലർ ആയിട്ട് തോട്ടുള്ള ആണുങ്ങൾക്ക് സ്ഥിരമുള്ള ഒരു ഇതാണ്, ഒരു വിമൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഒരു എലമെന്റ് ആണ്. അങ്ങനെ ഇപ്പോ ആർട്സ് ആണെങ്കിലും സിനിമ ആണെങ്കിലും അല്ലെങ്കിൽ കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പൊ ആ രീതി കൊണ്ടാണ് ഇപ്പോഴും ഈ മലയാളത്തിൽ പറഞ്ഞത് ഒബ്ജക്ടിഫൈ അലങ്കരിക്കുക, അങ്ങനെ എന്തോ അല്ലേ, സ്ത്രീ അലങ്കരിച്ചു വെക്കാന്നുള്ളതല്ലേ? അതെ അതെ, സത്യമാണ്. അതാരാ അങ്ങനെ ആക്കി? പുരുഷന്മാരെ തന്നെ അങ്ങനെ ആക്കി. പിന്നെ എല്ലാത്തിനും മാർക്കറ്റിംഗ് സ്ത്രീകളാണ്. ഞാനിപ്പോ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് പറഞ്ഞു, പല പെൺകുട്ടികളുണ്ടോ എന്ന് ചോദിക്കും വരുന്ന ആൾക്കാര്. ഒരു ആണിന്റെ ജഡ്ഡിയുടെ പരസ്യമാണെങ്കിൽ ശരി, ജീൻസിന്റെ പരസ്യമാണെങ്കിൽ ശരി, സൈഡിലൊരു പെണ്ണുണ്ടാവും അല്ലേ? ഇപ്പൊ തിരിച്ചിപ്പോ ലാലേട്ടൻ തെളിയിച്ചു കഴിഞ്ഞു, വേണ്ട ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു ലാലേട്ടൻ ഗോൾഡിന്റെ പരസ്യം ചെയ്തു. അപ്പൊ ഞാൻ ചിരിച്ചു. ഒരു നെഗറ്റീവ് ആയിട്ടാണ് ആൾക്കാർ വന്നത്. കാരണം അതെന്തുകൊണ്ട് പെണ്ണുങ്ങൾ, കാരണം പെണ്ണിന്റെ ആഭരണം കാണിക്കുമ്പോൾ പെണ്ണെ പോലെ ചിന്തിക്കുക എന്നുള്ളതും കൂടി ഉണ്ട്. അതായത് ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി ഹോർമോൺസ് എടുക്കുമ്പോൾ ആ മകളുടെ ചിന്താഗതി കൂടി ചിന്തിക്കുക എന്നുള്ളത്. അതായത് ഒരു അത് ഒരു കലാകാരനാണ് അദ്ദേഹം അത് അത്രയും ഭംഗിയാക്കി ഒരു പെണ്ണിനെ പോലെ ചെയ്ത് കാണിച്ചപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളി എന്നുള്ള നിലയിൽ അഭിമാനം കൊള്ളേ വേണ്ടേ? അല്ലാണ്ട് അതിനെ കയറി മറ്റേ പുരുഷോത്തമനായിട്ട് അദ്ദേഹം അത്രയും കഥാപാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞു, പ്രൂവ് ചെയ്ത ഒരാളാണ്. ഇനി പിന്നെയും അത് തന്നെ കണ്ടിന്യൂ ഒരു വെറൈറ്റി പിടിക്കട്ടെ. സാരെല്ലാം അഭിനയിക്കണേ, ഒരു പാട്ട് സിനിമ നല്ല കുണിക്കാണികളൊക്കെ കണ്ടിട്ടുണ്ട്, മമ്മൂക്ക ചെയ്തിട്ടുണ്ട് ഇല്ലേ, ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആൾക്കാർക്ക് എന്തെങ്കിലും പറയാൻ വേണം. അതായത് നമ്മ ഇത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാൽ ശരി, ഗോസിപ്പ് എന്ന് പറഞ്ഞത് മുരടിച്ച അവസ്ഥയിലുള്ള സാധനം. ഒരു പെണ്ണാണെങ്കിൽ ശരി, ഇപ്പൊ ആണെ പറയണില്ലേ, ആണെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആണല്ല എന്ന് പറയുള്ളൂ. അവളുടെ കണ്ടിൽ അയച്ചാളിട്ടെന്ന് പറയും. അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ, ഒരു ഞാൻ പറയാറില്ല, നിങ്ങൾക്ക് തമ്മിൽ അതായത് ബന്ധങ്ങൾ തമ്മിൽ ഒന്നിച്ച് പോകാൻ പറ്റില്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് പിരിയാം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇതുവരെ പോയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഈ സ്കൂളിൽ എന്തോ ഒരു വേണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും എന്നെ പറഞ്ഞ ആവശ്യത്തിന് ഞാൻ റെക്കോർഡ് കട്ട് ചെയ്ത് പറഞ്ഞു. ഇതൊരു കോർട്ടിൽ ഒന്നും പോയിട്ടില്ല, ഞാൻ ഇപ്പോഴും ഭാര്യയാണ് അയാളുടെ, ഡൈവേഴ്സ് വാങ്ങിട്ടില്ല. എന്നിട്ട് ഞാൻ ഒരു അവകാശം ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഒരു മിഠായി പോലെ എൻ്റെ മോളെ കണ്ടിട്ട് കൂടിയില്ല അയാള്, എൻ്റെ മോൾക്ക് അറിയാൻ കൂടിയില്ല അയാളെ ജനിച്ചിട്ട് ഇതുവരെ. കാരണം ഞാൻ അങ്ങനത്തെ മൈൻഡുള്ള ആളാണ്. വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, തിരിഞ്ഞിറക്കും. സ്നേഹത്തിന്റെ മുകളിൽ മാത്രമേ അടിമയായിട്ടുള്ളൂ. അതും ഒരു പരിധി കൂടുതൽ ഞാൻ ഗിഞ്ചി പോകില്ല. കാരണം എനിക്ക് ആ സമയം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആ കിട്ടേണ്ട സമയത്താണ് പരിഗണന, ബഹുമാനം കിട്ടേണ്ടത്. അതിനപ്പുറത്തേക്ക് കിട്ടേണ്ട ആവശ്യമില്ല. എൻ്റെ ശരീരത്തിന്റെ വളർച്ച കൊണ്ട് ഒരാളെ എടുത്ത് വരാനില്ല. എൻ്റെ മൈൻഡ് ഇപ്പോഴും 10 വയസ്സിൽ കിടക്കുടക്കി. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് എന്നെ ഒരേ സമയം പല ക്യാരക്ടറായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് എൻ്റെ സുഹൃത്തുക്കളിൽ. എല്ലാവരും പറയും നിന്റെ ക്യാരക്ടർ എപ്പോൾ ചേഞ്ച് ആവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോൾ 10 വയസ്സിലോട്ട് പോകും, എപ്പോൾ ധന്യയിലോട്ട് പോകും, എപ്പോൾ ഭദ്രയിലോട്ട് പോകും, എപ്പോൾ കാലിലോട്ട് പോകും, എപ്പോൾ കിൽക്കത്തിലോട്ട് പോകും എന്നറിയാൻ പാടില്ല. അത് എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ആ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കാലയായിട്ട് കിൽക്കോട്ടായിരിക്കും തിരിച്ചു തരിക. കിൽക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒച്ചപ്പാട് ഇതേപോലെ ഒന്നല്ല, ഒന്നും അതിനൊക്കെ കിൽക്കിൽ പറഞ്ഞ ഒച്ചപ്പാട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. എന്നെ അടുത്തറിയുന്ന സുഹൃത്തുക്കളെല്ലാം അങ്ങനത്തെ പേര് വിളിക്കുള്ളൂ. എൻ്റെ പഴയ സുഹൃത്തുക്കള് കണ്ടിന്യൂ അത്രയും വർഷം കണ്ടിന്യൂ തുറന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒരിക്കലും എനിക്ക് ഈ പേര് വിളിക്കില്ല, കാളി എന്നുള്ള പേര് വിളിക്കില്ല. ആ ആൾക്കാർ കിൽക്കം എന്നറിയുന്ന കഥാപാത്രത്തിന് അറിയുന്ന ആൾക്കാരെ ആരും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ എന്നെ കമന്റ് ഇടാനോ ഒന്നും വരില്ല. അതേസമയം നിങ്ങളൊന്ന് നോക്കുക, എന്നെ തെറിവറിന കമന്റ് അടിയിൽ തന്നെ എന്നെ അറിയുന്ന ആൾക്കാർ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടണം. ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചാ. കാരണം ഞാൻ എന്നെ ഉപദ്രവിച്ച ഒരാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോയിട്ടില്ല. ഇപ്പോഴാണ് പബ്ലിക്കിൽ എന്നെ മാത്രമല്ല പബ്ലിക്കിൽ ഒരുപാട് പേര് ഉപദ്രവിക്കുന്ന ആൾക്കാർക്കെതിരെ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ ഉപദ്രവിക്കാനോ കേസിനോ എന്റെ സ്ത്രീധനോ അല്ലെങ്കിൽ ജീവനാംശമോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. എല്ലാവരും 3-4 കെട്ടി എന്റെ കണക്ക് പറയും. പക്ഷെ അതെങ്കിൽ ഏത് സാഹചര്യത്തിലാണെന്ന് ആരും അന്വേഷിക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ അടുത്തറിയുന്ന ആൾക്കാർ ആരും എന്നെ പറ്റി അത് പറയുന്നില്ല. ഇത് എല്ലായിടത്തും ഉള്ള. പിന്നെ പാരന്റ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരന്റ്സ് എനിക്കില്ല. ഇപ്പോഴും കാണുന്ന ആൾക്കാർക്ക് ഒരു അപ്പന് കൂടെ നടപ്പുണ്ട്, അപ്പൻ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ സത്യാവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ. ഞാൻ പല മീഡിയയിലും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, എനിക്ക് എന്നെ വളർത്താത്ത ഒരു അച്ഛനോട് എനിക്കൊരു ആത്മാർത്ഥത തോന്നി പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരു ഹാപ്പി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. 5 കൊല്ലം ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് എൻ്റെ സിനിമ കളഞ്ഞു.
എൻ്റെ ജീവിതം. ഞാനൊരു സ്വർണം കൊണ്ടുണ്ടാക്കി ഒരു കിളിക്കൂടുണ്ടാകത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടി എന്താ പറയാ അത്രയും സ്ട്രഗിൾ ചെയ്തു. ഇപ്പോഴും ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സ്വർണത്തിന്റെ കൂട് മാറി തുരുമ്പ് കൂടായി, പലപ്പോഴും മുറിവുണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, ഇനി അടിമയായിട്ടിരിക്കുന്നുള്ളതില്ല. തുരുമ്പ് ഞാൻ ഇളക്കി കളഞ്ഞ് ഞാൻ പുറത്തിറങ്ങും. ഞാൻ ഇപ്പോൾ യാത്രകൾ ചെയ്യാൻ ഇപ്പൊ എനിക്കിപ്പോൾ ഇത്ര ഏജായി, എൻ്റെ മക്കൾ ഇത്രയും വളർന്നു. ഇനിയിപ്പോൾ അവരുടെ കുറച്ചും കൂടി സ്മാർട്ടാകുന്നവരെ, അവരാണ് സ്മാർട്ടാണ്, എല്ലാ കുട്ടികളെക്കാട്ടും സ്മാർട്ടാണ്. പക്ഷെ ഒന്നും കൂടി ഒന്നും മറ്റുള്ളവരെ എന്താ പറയാ എൻ്റെ മക്കളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. കാരണം പക്ഷെ എല്ലാവരും മനസ്സിലാക്കും എന്നെ പോലെ തന്നെയാണ്, എൻ്റെ സെയിം ഫോട്ടോ കോപ്പിയാണ്. ഇനി യാത്ര ചെയ്യണം, അവരായിട്ട് കുറേ സ്ഥലങ്ങൾ കാണാം, അവരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഇനിയിപ്പോൾ കുറച്ച് യാത്ര ചെയ്യാം. എല്ലാവരും എൻ്റെ പുറംമോടിയാണ് കാണുന്നത്, പക്ഷെ എന്നെ അടുത്തറിയുന്ന ആൾക്കാർ എൻ്റെ പുറംമോടി നോക്കാറില്ല. എന്നെ ഏത് വശത്തിൽ കണ്ടത്